ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി വണങ്ങുന്ന ഈ ജപമാല മാസത്തിൽ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം കുടുംബങ്ങൾക്ക് മാതൃകയായി തിരുക്കുടുംബത്തിലെ അമ്മ എന്നതാണ്. ആധുനിക സമൂഹത്തിന്റെ അപജയങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ശിഥിലമാകും കുടുംബ ബന്ധങ്ങളുടെ വർധനയാണ്. ഇവ വാക്കുകൾ കൊണ്ട് പ്രസംഗിക്കല്ല, ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണ് അമ്മ ചെയ്തത്. കുടുംബത്തിന് വേണ്ടി കത്തിത്തീരുന്ന മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരാൻ, അതിലൂടെ ലഭിക്കുന്ന ആത്മസംതൃപ്തി നുകരാൻ മാറിയ കാലത്ത് എത്ര പേർക്ക് കഴിയുന്നുണ്ടെന്ന് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് കുടുംബനാഥയുടെ ഉത്തരവാദിത്വവും കടമയും ദൗത്യമാണെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലെ താൻ പെരുമയിൽ ഒറ്റപ്പെട്ട തുരുത്തുകളായി ജീവിക്കുന്ന ആധുനിക മനുഷ്യന് സ്നേഹത്തിന്റെ ജീവിതം വലിയൊരു വെല്ലുവിളിയെ ഉയർത്തുന്നു. അതിന് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് പരിശുദ്ധ അമ്മ. അന്ധകാരവൃതമായ ലോകത്തേക്ക് പ്രഭാത നക്ഷത്രമായി ഉദിച്ചുയർന്നവളാണ് അമ്മ. ദാരിദ്ര്യ മുഖമുദ്രയായിരുന്ന തിരുക്കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയുമായിരുന്നു. അതിനു കാരണം പരസ്പരം മനസ്സിലാക്കാനും അംഗീകരിക്കാനും മുറുമുറുപ്പ് കൂടാതെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനുമുള്ള പരിശുദ്ധ അമ്മയുടെ വിശാലമായ മനസ്സും ആഴമേറിയ ദൈവവിശ്വാസവുമായിരുന്നു. ആർക്കും എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു അത്താണിയാണ് പരിശുദ്ധ അമ്മ. അമ്മയെ മഹത്വപ്പെടുത്തുവാൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്ന് പ്രഭാഷകന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് അമ്മയെ ആശ്രയിക്കാം. അതിലൂടെ കുറവുകളെ നിറവുകളാക്കാൻ സദാ സന്നദ്ധയായിരിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബത്തിന്റെ മാതൃകയാക്കാം.